ന്യൂസ് 16 കേരള സ്റ്റേറ്റ് റൂട്രോണിക്സ് മലപ്പുറം ജില്ലാ കലോത്സവം ഓവറോൾ കിരീടം IHT കോളേജ് തിരൂരിന്. ആധുനിക വിവര സാങ്കേതിക വിദ്യയുടെ ഗുണഫലം എല്ലാ ജനങ്ങളിലേക്കും വിശിഷ്യ സ്ത്രീകളിലേക്കും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസിന്റെ കീഴിലുള്ള കേരള സ്റ്റേറ്റ് റൂട്രോണിക്സ് ഈ സ്ഥാപനത്തിന്റെ മലപ്പുറം ജില്ലാ പഠന കേന്ദ്രങ്ങളുടെ കൂട്ടായ്മയായ റാറ്റ്കെയുടെ കീഴിൽ സംഘടിപ്പിച്ച 9ാമത് കേരള സ്റ്റേറ്റ് റൂട്രോണിക്സ് മലപ്പുറം ജില്ലാ കലോത്സവം ഉത്സവ് 2025 ഓവറോൾ ചാമ്പ്യന്മാരായി തിരൂർ IHT കമ്പ്യൂട്ടർ കോളേജ്. മലപ്പുറം ടൗൺ ഹാളിൽ വെച്ച് നടന്ന പരിപാടി മലപ്പുറം മുനിസിപ്പൽ ചെയർമാൻ മുജീബ് കാടേരി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ മലപ്പുറം അസിസ്റ്റന്റ് കളക്ടർ ആര്യ VM IAS മുഖ്യാതിഥിയായിരുന്നു. പരിപാടിയിൽ NTC മജീദ്, റാറ്റ്ക സംസ്ഥാന കമ്മിറ്റി അംഗം ഷമീർ കളത്തിങ്ങൽ, ജില്ലാ ഭാരവാഹികളായ സമദ്, നാസറുദ്ദീൻ, റഫീഖ്, ജിതേഷ് ചെമ്മാൾ, പ്രോഗ്രാം കൺവീനർ അനീഫ് രാജാജി, മുസ്തഫ പൊന്നാനി, ഷാഹിദ് വളാഞ്ചേരി, ജോൺസൺ എടക്കര, കാമിൽ ഷൗക്കി, ഫറൂഖ് IIT, മുംതാസ് KC, റഷീദ ലേഡി ബോർഡ്, ലോക റെക്കോർഡ് നേടിയ സിംഗർ നംഷാദ് മലപ്പുറം എന്നിവർ പങ്കെടുത്തു. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ചെയർപേഴ്സൺ നസീബ അസീസ് മയ്യേരി, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK അബ്ദുൽ ഹക്കീം എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ജില്ലയിലെ അംഗീകൃത പഠന കേന്ദ്രങ്ങൾക്ക് കീഴിൽ വർഷം തോറും നടത്തിവരുന്ന ഈ കലാമാമാങ്കത്തിൽ 3ാം തവണയാണ് IHT ജേതാക്കളാവുന്നത്. ജില്ലയിലെ വിവിധ പഠന കേന്ദ്രങ്ങളിൽ നിന്നായി ഒട്ടേറെ വിദ്യാർത്ഥികൾ മത്സര ഇനങ്ങളിൽ പങ്കെടുത്തു. ഓവറോൾ കിരീടം IHT തിരൂരും, റണ്ണറപ്പ് ഇൻഫോമേറ്റ ക്യാമ്പസ് കരുവാരക്കുണ്ട് 3ാം സ്ഥാനം, IIT പെരിന്തൽമണ്ണയും രാജാജി കോളേജ് മലപ്പുറവും പങ്കിട്ടു. മുൻവർഷത്തെ അപേക്ഷിച്ച് മത്സര ഇനങ്ങളിൽ ഒരുപാട് പുതിയ ഇനങ്ങൾ ഉൾപ്പെടുത്തി നടന്ന ഇത്തവണത്തെ കലോത്സവത്തിൽ വ്യക്തിഗത ഇനങ്ങളിൽ 2ാം സ്ഥാനവും 3ാം സ്ഥാനവും നേടിയപ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്ന ഗ്രൂപ്പ് ഇനങ്ങളിൽ 1ാം സ്ഥാനം നേടിയാണ് IHT ജേതാക്കളായത്. കഴിഞ്ഞ വർഷം മുതൽ മത്സര ഇനത്തിൽ ഉൾപ്പെടുത്തിയ സിനിമാറ്റിക് ഡാൻസ് മത്സരത്തിൽ മുൻവർഷത്തെ അപേക്ഷിച്ച് കാണികളെ അമ്പരപ്പിച്ചുകൊണ്ടുള്ള പ്രകടനങ്ങളാണ് വിദ്യാർത്ഥികൾ കാഴ്ചവെച്ചത്. കൂടാതെ നാടൻപാട്ട് മത്സരത്തിൽ കേരളത്തിന്റെ തനത് വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ച് വിധികർത്താക്കളെ ഞെട്ടിച്ചുകൊണ്ടുള്ള പ്രകടനങ്ങളാണ് നടന്നത്. പരിപാടിയുടെ സമാപന സമ്മേളനം റാറ്റ്ക സംസ്ഥാന ട്രഷറർ ഷമീർ കളത്തിങ്ങൽ ഉദ്ഘാടനം ചെയ്തു. ജേതാക്കൾക്ക് സമ്മാന വിതരണവും നിർവഹിച്ചു. നമ്മളും യാദൃശ്ചികമായിട്ട് ഇന്നിവിടെ ഈ കലോത്സവത്തിനായിട്ട് എത്തിച്ചേർന്നിരിക്കുന്നത്. കലോത്സവത്തിൻ്റെ അല്ലെങ്കിൽ കലയുടെ പ്രാധാന്യം ഞാൻ അധികം പറയേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ആദ്യമേ ഇന്ന് തുടങ്ങിയത് തന്നെ ഒരു വലിയ കലാകാരനെയും ഒരു സാഹിത്യകാരനെയും ഓർമ്മിച്ചുകൊണ്ടാണ്. നമുക്ക് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, SPB ഉണ്ടല്ലോ, SPB സാറ് മരിച്ചപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നൊരു സ്വരമാണ്. പക്ഷേ അത് മരിച്ചപ്പോൾ അന്ന് എൻ്റെ ആൻറ്റി എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, നീ വിഷമിക്കുന്ന എന്തിനാണ്? കാരണം SPB മരിച്ചാലും പുള്ളി ഒരു കലാകാരനാണ്. കാലത്തിനെ അതിജീവിക്കുന്നവരാണ് കലാകാരന്മാരാണ് കലാകാരികൾ. അതുകൊണ്ട് തന്നെ SPB മരിച്ചാലും SPBയുടെ സ്വരം എന്നും ഉണ്ടാകും, അല്ലെങ്കിൽ SPBയുടെ സംഗീതം നമ്മളോടൊപ്പം ഉണ്ടാകും. അത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും SPBയുടെ ഒരു പാട്ട് കേൾക്കുമ്പോൾ ഞാൻ ഓർക്കുന്ന ഒരു കാര്യം അതാണ്. അതുപോലെ തന്നെയാണ് ഇന്നത്തെ ദിവസം നമ്മൾ തുടങ്ങിയത്. അതായത് ജയചന്ദ്രൻ സാറ് മരിച്ചുവെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ മികച്ച സാഹിത്യകാരനായ NT സാർ മരിച്ചുവെങ്കിലും അവർ മരിച്ചിട്ടുണ്ടാകും. പക്ഷെ അവരുടെ സൃഷ്ടികൾ കാലത്തിന് അതിജീവിച്ച് നമ്മളോടൊപ്പം എന്നും ഉണ്ടാകും. അത് ഞാൻ മരിച്ചാലും നിങ്ങൾ മരിച്ചാലും ലോകത്തിന് ഓരോ പുതിയ പുതിയ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട്, പുതിയ പുതിയ അറിവുകൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് അത് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ചിലപ്പോൾ അത്രയും തന്നെ കഴിവുള്ള കുറേ കലാകാരികളോ ആയിരിക്കും എൻ്റെ മുന്നിൽ ഉണ്ടായിട്ടുള്ളത്. അത് ഏതെങ്കിലും ഒരു വേദിയാണല്ലോ, ഒരു വേദി അല്ലെങ്കിൽ ഒരു നിമിഷമായിരിക്കും ചിലപ്പോൾ ഒരു വ്യക്തിയുടെ കഴിവ് ലോകത്തിലേക്ക് എത്തിക്കുന്നത്. ആ ഒരു നിമിഷം അല്ലെങ്കിൽ ആ ഒരു ദിവസമായിരിക്കും നിങ്ങൾ പലർക്കും ഇവിടെ ഉണ്ടാകും. റൂട്രോണിക്സ് എന്ന് പറയുന്ന കേരള സ്റ്റേറ്റ് റൂറൽ വുമൻസ് ഫെഡറേഷൻ അന്ന് വനിതകൾക്ക് സ്വയം തൊഴിൽ പരിശീലനത്തിന് വേണ്ടിയാണ് ആ സ്ഥാപനം ആരംഭിച്ചത്. കേരളത്തിലുടനീളമുള്ള വനിതകൾക്കൊക്കെ സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു സ്ഥാപനമാണ്. എൻ്റെ 21ാമത്തെ വയസ്സിൽ അതിൽ ജോലി ചെയ്തിരുന്ന ഒരാളാണ് ഞാൻ. നമ്മുടെ ജില്ലയിൽ, ഈ മലപ്പുറം ജില്ലയിൽ 4 സഹകരണ സംഘങ്ങൾ അതുപോലുണ്ട്. ഇവിടെ ഏറനാടുണ്ട്, കുട്ടിലങ്ങാടിയുണ്ട്, അതുപോലെ തന്നെ ഞങ്ങളെ വളവന്നൂരുണ്ട്. വളവന്നൂർ സംഘത്തിൻ്റെ ഒരു സെക്രട്ടറി അന്ന് മുതൽ ഇന്ന് വരെ. തുടർന്ന് കുറേ കാലങ്ങൾക്ക് ശേഷം അത് ഇതുപോലെ വിദ്യാഭ്യാസപരമായ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് സർക്കാരിൻ്റെ സ്ഥാപനം എന്നുള്ള നിലയിൽ, അർദ്ധ സർക്കാർ സ്ഥാപനം എന്നുള്ള നിലയിൽ ആരംഭിച്ച കമ്പ്യൂട്ടർ കോഴ്സുകൾ, അതുപോലെ മറ്റുള്ള ഒരുപാട് കോഴ്സുകളുണ്ട്. ഇവിടെ നേരത്തെ പഠിച്ചവർക്കൊക്കെ അറിയാം.
വേദിയിലിരിക്കുന്ന സബദസാറടക്കം ഷെയ്സാറ് അങ്ങനെ കുറേ പേരുകൾ അറിയാം. വെറുതെ വിട്ടുപോകുന്നത് ഒരുപാടാണ്. പിന്നെ നല്ല കൈകളോട് നിങ്ങൾ ഒരു ഫാൻ ബേസ് കൊടുത്ത ജോൺസൺ സാർ അടക്കമുള്ള ആളുകളിരിക്കുന്ന ഒരിക്കൽ കൂടെ എല്ലാവിധ ആശംസകളും നേരുന്നു. കല എന്നും കലയോടുകൂടെ അതിൻ്റെ ഒരു നന്മ അത് സൂക്ഷിച്ച് മുന്നോട്ട് പോകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ ഹബീബ് മാഷോടൊപ്പമുള്ള വേദിയിൽ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ ഭാഗ്യമുണ്ടായതിൽ ദൈവത്തിനെ സ്തുതിക്കുന്നു. ഈ മഹത്തായ ചടങ്ങിൽ എല്ലാവരും അഭിവാദ്യവും ചടങ്ങിൻ്റെ ഔപചാരികമായ കടമ നിർവഹിക്കുകയാണ്. നമ്മുടെ ചടങ്ങിനെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച മലപ്പുറം നഗരസഭ ചെയർമാൻ മുജീബ് കാടിക്ക് ആദ്യമായി നന്ദി അർപ്പിക്കുകയും അതുപോലെ മുഖ്യ പ്രഭാഷണം നടത്തിയ നമ്മുടെ പ്രിയപ്പെട്ട ആര്യാക്കിയ IAS അവர்களെ അതുപോലെ മലപ്പുറം റിപ്പോർട്ട് മുഹമ്മദ് പരപ്പനങ്ങാടി, ന്യൂസ് 16. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.